താഴികക്കുടം പൊട്ടാൻ പോവാ. പോരാട്ടങ്ങൾ അത് തകർക്കപ്പെട ഇരിക്കുന്നത്. തൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഇവൻ ഇരുന്ന് കരയുന്ന ഞാൻ കണ്ടു. ഞാൻ ഇവനെ കണ്ടു. പാസ്റ്റർ അറിയാം ഇവനെ? ഞാൻ ഇവനെ കണ്ടോണ്ടിരുന്നപ്പോ യേശു എന്നോട് പറഞ്ഞു, അവനെ പാർത്തു കൊണ്ടിരുന്നപ്പോൾ യേശു എന്നോട് சொன்னார், ഇവന്റെ അമ്മ ഇവനെ വിട്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയതാ. ഇവനുடைய தகப்பன் அம்மா உலகத்தை விட்டு மாற்றப்பட்டு போய் விட்டார்கள். അതിന് ഭയങ്കര സങ്കടം അവന്റെ മനസ്സിലുണ്ട്. അതിനുடைய பெரிய ஒரு பாரம் தம்பியுடைய மனதில் உண்டு. അമ്മ മരിക്കേണ്ടിട്ട് മരിച്ചതല്ല, മരിക്ക വേണ്ടിയ ഇടത്തിൽ മരിക്കവില്ല. അവന്റെ കുഞ്ഞുപ്രായത്തിൽ അവന്റെ അമ്മയെ പിശാച് ലോകത്തിൽ നിന്ന് കൊണ്ടുപോയതാ. അവനുடைய சிறு வயதில் அவனுடைய தாயாரை பிசாசானவன் உலகத்திலிருந்து மாற்றி போட்டான். ഇവന്റെ വീട്ടിൽ 2 മരണമാ പിശാച് എഴുതിയതാ. ഇവനുடைய വീട്ടിൽ 2 മരണങ്ങളെ പിശാസാനവൻ எழுதி வைத்திருக்கிறார். രാത്രി രണ്ടാമത്തെ മരണം ക്യാൻസൽ ആകാൻ പോവാ. ഇന്ന് ഇരവ് രണ്ടാമത്തെ മരണം കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച് രണ്ടാമത്തെ മരണം ഇന്ന് രാത്രി ക്യാൻസൽ ആകാൻ പോവാ. രണ്ടാമത്തെ മരണത്തെ ദേവൻ ക്യാൻസൽ பண்ணுகிறார். എല്ലാ ആളുകളും കൂടെ കൈയടിച്ച് യേശുവേ സഭ മുഴുവതുമായി കരങ്ങളെ തട്ടി ദൈവനെ മഹിമപ്പെടുത്തുക. ഇവർക്കെതിരെ ഇവരുടെ കുടുംബത്തെ നശിപ്പിച്ചു കളയാ. ഇവർക്ക് വിരോധമായി ഇവരുടെ കുടുംബത്തെ തകർത്ത് പോടുമ്പടിയായി ആധിപത്യങ്ങളുടെ ചങ്ങലകൾ, പഴയ കാലത്തിൽ നിന്ന് കെട്ടപ്പെട്ട സംഗളികൾ രാത്രി പൊട്ടിച്ചു കളയാ. ഇന്ന് ഇരവ് ദേവൻ ഉടൈത്തരുகிறார். തായാർ മരിച്ചപ്പോൾ ഉനക്ക് ഭയങ്കര സങ്കടമായി ഇരുന്നത്. ചങ്കു പൊട്ടി നീ കരഞ്ഞു. നീ ഹൃദയം നുറുങ്ങി നീ അഴുതായി. നീ ദൈവത്തോട് ചോദിച്ച എല്ലാം തീരാൻ പോവാന്ന് തോന്നുന്നു. നീ ദൈവനോട് അധികമായി കേൾവികൾ കേട്ടായി. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, എന്നോട് പരിശുദ്ധാവിയാനവർ சொல்லுகிறார், നിന്റെ വീട്ടിൽ 2 മരണം എഴുതി പിശാച്. ഉன்னுடைய വീട്ടിൽ 2 മരണങ്ങളെ പിശാച് എഴുതി வைத்திருந்தார். രാത്രി രണ്ടാമത്തെ മരണം ആ വീട്ടിൽ നിന്ന് ക്യാൻസൽ ആകുക. ഇന്ന് ഇരവ് அந்த இரண்டாவது മരണത്തെ ദേവൻ அதை கேன்சல் பண்ணுகிறார். എന്നിട്ട് ദൈവത്തിന്റെ ഒരു അത്ഭുതം ഉണ്ടാകാൻ പോവാ. ദേവനുடைய അത്ഭുതം ഉன்னுடைய வாழ்க்கைக்குள்ளாய் ഇറങ്ങി വരുகிறது. ഫോറിലിരിക്കുന്ന ഇവന്റെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പാസ്റ്റർ? ഫോറിലിരിക്കുന്ന ഇവന്റെ അപ്പന്റെ മേൽ ഇപ്പോ ഒരു അത്ഭുതം ഉണ്ടാകാൻ പോവാ. ഫോറിനിൽ ഇരിക്കുന്നവരുടെ തകപ്പനാർ മേൽ ദൈവനുடைய അത്ഭുതം ഇപ്പോഴും നടക്കും. മോനെ, ഒരു സമയം കഴിഞ്ഞിട്ട് നീ രാജ്യം കടന്ന് യാത്ര ചെയ്യും. നീ ചില നാட்கள் കழித்து നീ മറ്റു ദേശങ്ങൾക്ക് നീ பயணப்படுவாய். നീ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കും. നീ ദൈവനുடைய രാജ്യത്തിற்காയി എഴുമ്പി നിൽപ്പായി. ക്യാൻസർ വന്ന് മരിച്ചുപോയ നിന്റെ അമ്മ ഉള്ള ആ വീട്ടിൽ ഇന്ന് രാത്രി ഒരു ദൈവശക്തി ഇറങ്ങി ചെല്ലുക. ക്യാൻസർ വന്ന് ഇറന്നു പോണ തായാർ வாழ்ந்தந்த കൈയടിച്ച് യേശുവേ ഇറങ്ങി വരുന്ന ആളുകൾ യേശുവേ എന്ന് വിളിച്ച് യേശുവെ നോക്കി കൂപ്പിടുங்க. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഇന്ന് ഇരവ് ദൈവനുடைய വല്ലമൈ ഇറങ്ങുക. ഉടമനബലവ ശംദരാധന. அந்த சகோதரியின் மேல் ஒரு விடுதலையை தேவன் தருகிறார். എന്നോട് പരിശുദ്ധാത്മാവ് ദൈവം അങ്ങനെ പറയുക. പരിശുദ്ധാവിയാനവർ அதை திருப்பி തരുகிறார். ശരിക്കും ഞാൻ ഈ മോനെ ഇവിടെ നിന്ന് തൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഇവൻ ഇരുന്ന് കരയുന്ന ഞാൻ കണ്ടേ. അപ്പൊ യേശുവിനോട് ഞാൻ ചോദിച്ചു, കർത്താവേ ഇവൻ എന്തിനാ കരയുന്നെന്ന് ചോദിച്ചപ്പോ എന്നോട് കർത്താവ് പറഞ്ഞു, ഇവന്റെ അമ്മ ക്യാൻസർ വന്ന് മരിച്ചുപോയതാ. ഇവന്റെ വീട്ടിൽ 2 പേർക്ക് എതിരെ ആ മരണം പിശാച് എഴുതിയത്. പക്ഷെ ഇന്ന് രാത്രി തമ്പുരാൻ ആ താഴെ തകർത്ത് കളയാൻ പോവാ. பிள்ளையை பார்த்து நான் நின்றபோது ஒரு தரிசனத்தை பார்த்தேன். ஒரு சவப்பெட்டியின் அருகே அவன் நின்று அழுதுகிறதாய் ஒரு காட்சியை பார்த்தேன். பரிசுத்த ஆவியானவர் வேகமாய் என்னிடத்தில் சொன்னார், அவனுடைய தாயாரை தேவன் எடுத்துக்கொண்டார். 2வது மரணத்தை சத்துருவானவன் எழுதி வைத்தது உண்மை. அதை தேவன் இன்று இரவு குலைத்து போட்டார். സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാവുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് രാത്രി ആ നാമത്തെ ഒന്ന് വിളിച്ച് യേശുവിൻ നാമത്തെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുന്നുണ്ട്. ദൈവനുடைய വല്ലമൈ ഇവരുടെ வாழ்க்கைக்குள்ள ഇറങ്ങി വരുகிறது. മോനെ, നീ ഒരു സുവിശേഷകനാവും. അരുമയാന തമ്പി, നീ ദൈവനുடைய സുവിശേഷത്തെ സുമந்து செல்வாய். നീ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കും. നീ ദൈവനുடைய രാജ്യത്തിற்காய் எழும்புவாய். അതിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ നിയോഗം ഇവന്റെ മേൽ ദൈവം കൽപ്പിക്കും. அதற்கு ஏற்ற தேவனுடைய கிரியைகளை தேவன் மேல் கற்பிப்பார். ഒരു പോരാട്ടമുണ്ട്. அங்க ஒரு போராட்டம் உண்டு. പോരാട്ടം ഇരിക്കെ அந்த வீட்ல ஒரு போராட்டம் உண்டு. ഉണ്ട്. ഉണ്മയാ? உண்மைதானே? എന്നോട് ആണ്ടവര് പറയുന്നേ ഉണ്മതാണ്.
என்னோட ஆண்டவர் പറയുന്നത് ഇന്ന് രാത്രി ആ താഴികക്കുടം പൊട്ടാൻ പോവാ. இன்று இரவு போராட்டங்கள் அது தகர்க்கப்பட இருக்கிறது. സഭ ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച് സഭ ഈ കൺവെൻഷൻ വന്ന ആളുകൾ ഒരുമിച്ച് ഇന്ന് രാത്രി ചില താഴികൾ പൊട്ടാൻ പോവുകയാ. பழைய கட்டுகள் அது தகர்க்கப்பட போகிறது. ഇന്ന് രാത്രി ചില താഴികൾ പൊട്ടി പോകാൻ പോവുകയാ. இன்று இரவு சில சங்கிலிகள் பொட்டி പിശാച് കെട്ടിയ താഴികൾ പൊട്ടാൻ പോവുകയാ. பிசாசு கட்டி வைத்திருக்கிற காரியங்கள் இன்று இரவு அது தகர்க்கப்பட போகிறது. ഇത് നിനക്ക് അത്ഭുതത്തിന്റെ രാത്രിയായി മാറും. மகிமை நம்மையெல்லாம் பரிசுத்த ஸ்நானத்தில் மூடுதே. தேவாவின் மகிமை நம்மையெல்லாம் எல்லாரும் ஆண்டவரை நோக்கி பார்க்கலாம். பரிசுத்த ஸ்நானத்தில் மூடுதே. ஓ தேவ பிரசன்னமே இறங்கியே வந்திடுதே. ஓ தேவ சபை முழுவதுமாய் ஆண்டவரை நோக்கி பார்க்கலாம். தேவனை பிடித்துக் கொள்ளுங்கள். தேவாவுன் மகிமை நம்மையெல்லாம் பரிசுத்த ஸ்தானத்தில் மூடுதே. தேவாவின் மகிமை நம்மையெல்லாம் சபை முழுவதுமாய் ஆண்டவரை நோக்கி பார்க்கலாம். Hallelujah, Hosanna. Oh, hallelujah, Hosanna. கரங்களை வாயிலை திறந்து ஆண்டவரை மகிமைப்படுத்திக் கொண்டே இருங்க. Oh, hallelujah, Hosanna. வியாதியஸ்தர்கள் சுகம் பெற்றுக் கொள்கிறீர்கள். இன்று இரவு தேவனுடைய அற்புதத்தின் இரவு. Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. ഒരു വലിയ മഹത്വം ചലിക്കുന്ന ഒരു பெரிய காரியம் நடக்கிறது. ഷാട്ടാലിയാനേ ஒரு பெரிய விடுதலை. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna.